അതെനിക്ക് ഒരുപാട് കണക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു കഥാപാത്രം ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഫസ്റ്റ് ഷോട്ടില് ഞാൻ ഇങ്ങനെ ലിബാം ഒക്കെ ഇട്ടിട്ട് വന്നത് കേട്ടോ എണ്ണെ അത് വേണ്ട കേട്ടോ. ഹാൻഡിൽ ചെയ്യണം, ഞങ്ങളെല്ലാം പാമ്പർ ചെയ്ത് കൊണ്ടുപോകണം, ഞങ്ങൾ തിരിച്ച് ദേഷ്യപ്പെടാതെ എല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഇത്തിരി പാടാണ്. മൂസിൻ ഒരു ആക്ഷൻ സിനിമ എങ്ങനെയാ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് മൂസിൻ അങ്ങനത്തെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും വിഷമമാവും. കോളേജ് വിസിറ്റിന് പോയപ്പോ ഒരു വയ്യാത്ത കൊച്ചു വന്നു, നമുക്ക് നാച്ചുറലി, പക്ഷെ നൈസാമയ്ക്ക് കൂടുതൽ വിഷമമാവും. ഇവിടെ പാവം കൊച്ചു, അത് ഇങ്ങനെ വണ്ടി പോകുമ്പോഴൊക്കെ എന്നാലും ആ കൊച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതിലൊക്കെ ഭയങ്കര എമ്പതി കൂടുതലുള്ള ഒരാളാണ്. അടാഹാരമല്ല, നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. താങ്ക് യു. എനിക്ക് ഈ ഇന്റർവ്യൂവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത്. ഞാൻ എൻ്റെയൊക്കെ ജീവിതത്തിൽ കുറേ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് പല കാലങ്ങളിലും. അതൊക്കെ ഡബ് ചെയ്ത എനിക്ക് ഒറ്റയ്ക്ക് ഒരു 1-2 മണിക്കൂർ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹത്തിലാണ്. ഒറ്റയ്ക്ക് എവിടെ കൊണ്ടിരുത്തി ഒരു ദിവസം ഒരു യാത്ര പോലെ എങ്ങനെ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ ശ്രീചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, അതിലൊരു പകുതി സന്തോഷമായിക്കോട്ടെ. നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളുടെ സാധനങ്ങൾ കുറച്ച് ചോദിച്ചിട്ട് ഞാൻ പിന്നെ നമുക്കൊന്നും ഇരിക്കണം. ചേച്ചി പഴയ ഡബ് ചെയ്ത കഥകളൊക്കെ ഒരുപാട് കഥകൾ പറയാം. ലൊക്കേഷനൊക്കെ കഥകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാന്ന് പറയും. മറ്റേ സൗണ്ട് ഡബ് ചെയ്യാൻ പോയ കാര്യം, പണ്ട് ചെന്നൈയിൽ ഡബിങ് ഓരോ സ്റ്റുഡിയോന്ന് ഓരോ ദിവസം ഡബ് ചെയ്ത്, അങ്ങനത്തെ ഏറ്റവും ടോപ്പ് പെയ്ഡ് ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ഡബിങ് ആർട്ടിസ്റ്റ് അല്ലേ. പിന്നെ കൊച്ചു പിള്ളേരുടെ സൗണ്ട് ഒക്കെ. ഈ സിനിമയുടെ പേര് ഒരു 10 പ്രാവശ്യം തെറ്റാതെന്ന് പറയാം. കടിന കടോരുമി അണ്ടകടാഹം, കടിന കടോരുമി അണ്ടകടാഹം, കടിന കടോരുമി അണ്ടകടാഹം, കടിന കടോരുമി അണ്ടകടാഹം, കടിന കടോരുമി അണ്ടകടാഹം. ശ്വാസം വിടാവോ? കടിന കടോരുമി അണ്ടകടാഹം, കടിന കടോരുമി അണ്ടകടാഹം, കടിന കടോരുമി അണ്ടകടാഹം, കടിന കടോരുമി അണ്ടകടാഹം, കടിന കടോരുമി അണ്ടകടാഹം. 10 ഓക്കെ. ഇതിൽ കൂടുതൽ സിനിമയ്ക്ക് പ്രൊമോഷൻ ഞാൻ പേര് പറഞ്ഞില്ല, അതുകൊണ്ട് ചേച്ചിയോട് പറയിപ്പിച്ചാൽ എങ്ങനെയുണ്ട്? എന്തായാലും നല്ലൊരു സിനിമ അല്ലേ ബേസിലെ? നമ്മൾ കുറെ സിനിമകൾക്കൊക്കെ കണ്ട് ബേസിലിപ്പം എനിക്കൊന്നും ബേസിൽ കേരളത്തിലുള്ള ഇന്ത്യക്ക് അപ്പുറത്തേക്കും ഒരൊറ്റ സിനിമയോടെ ഒത്തിരി അവാർഡുകൾ വാങ്ങിക്കൂട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജെ ഹോമിന്റെ അവാർഡ്, അതോടെ അത് നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി സബ്ജക്റ്റ് സിനിമ. ഇതിലേക്ക് എത്തുമ്പം ഈ സിനിമ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ സിനിമ എനിക്കിതിൻ്റെ അകത്തൊരു കോർ ഇമോഷൻ ഉണ്ട്. അതാണ് ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം. അത് നമുക്ക് ഭയങ്കര പേഴ്സണലായിട്ട് തോന്നും. ആ സിനിമയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് ആ ഇമോഷൻ ഫീൽ ചെയ്തായിരുന്നു. അതിൻ്റെ ഡയറക്ടർ ആദ്യമായിട്ട് റൈറ്ററുമായിട്ട് ഹർഷദിക്കയും അതിൻ്റെ ഡയറക്ടർ മൂസനും കൂടെ വന്ന് കഥ പറഞ്ഞപ്പോൾ എനിക്ക് അവരത് ഭയങ്കര ഫീൽ ചെയ്തിട്ടാണ് ആ സിനിമയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ മൂസിന് ആ കഥ അത്രയും ജെന്യൂനായിട്ടാണ് അതിനെ കൺസീവ് ചെയ്തതും സംസാരിച്ചത്. അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മൂസിന് നിൻ്റെ ജീവിതത്തിൽ നടന്ന വല്ല കഥയാണോ, അതിന് ആത്മകഥ വല്ലതാണോ? അപ്പോൾ മൂസിൻ പറഞ്ഞു, അല്ല, ഇതൊരു ഫിക്ഷനാണ്. അതിലെ കഥയും കഥാപശ്ചാത്തലവും ക്യാരക്ടേഴ്സും ഒക്കെ മൂസിന് പരിചയമുള്ള ആൾക്കാരാണ്. മൂസിനെ പോലെയൊക്കെയുള്ള കുറച്ച് സ്വഭാവങ്ങളും ഇതിൻ്റെ കഥാനായകനുണ്ട്. പക്ഷെ സിനിമ കംപ്ലീറ്റ്ലി ഫിക്ഷനാണ്. പക്ഷെ എനിക്കപ്പോൾ അത് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ഒരാൾ സ്വന്തം ജീവിതത്തിൽ നടന്നൊരു കഥ പോലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം അത്രയും ഇമോഷൻ ഫീൽ ചെയ്തിട്ടാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് അത് പറയുമ്പോഴൊക്കെ പുള്ളിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അങ്ങനെയായിരുന്നു. അപ്പോൾ അത്രയും ജെന്യൂനിറ്റി ഫീൽ ചെയ്തപ്പോൾ എനിക്ക് ബാക്കിയൊന്നും എനിക്കതിൻ്റെ അകത്ത് അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. നമുക്ക് കഥ പറയുന്ന ആൾക്ക് അതിൻ്റെ അത്രയും ഫീൽ ചെയ്ത് പറയുന്നു. ഭയങ്കര ടെക്നിക്കൽ സിനിമയൊന്നും അല്ല, അല്ലെങ്കിൽ വേറെ ഒരുപാട് ഗിമ്മിക്കുകളൊന്നുമില്ല, അല്ലെങ്കിൽ അപ്പോൾ വലിപ്പമല്ല. പക്ഷെ ആ സിനിമയ്ക്കൊരു ഇമോഷൻ അത് ഭയങ്കര ജെന്യൂനാണ്. അതാണ് എന്നെ ഈ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്തത്. അപ്പോൾ ആസ് ആൻ ആക്ടർ ഓൾസോ രണ്ടാമത്തെ കാര്യം അതായിരുന്നു. ആ ജെന്യൂനിറ്റി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രണ്ടാമത് തോന്നിയത് സ്ഥിരം എൻ്റെ അടുത്ത് ഈ തമാശ റോളുകളോ അല്ലെങ്കിൽ കോമഡി റോളുകളൊക്കെയുള്ള സിനിമകളോ കോമഡി സബ്ജക്റ്റുകളൊക്കെയാണ് വരാറ്. ഇത് പക്ഷെ അങ്ങനല്ല. എനിക്കും കുറച്ചുകൂടെ ഡെപ്തും കുറച്ച് ലേയേഴ്സൊക്കെ ഉള്ള കുറച്ചുകൂടെ ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ക്യാരക്ടറുമാണ്. അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് അടുപ്പിച്ച രണ്ടാമത്തെ കാര്യം. ബാക്കിയൊക്കെ പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് നടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ. ഈ ആദ്യത്തെ കാര്യം ആ പറഞ്ഞ ഡയറക്ടറിൻ്റെ കണ്ണുകളിൽ ആ സിനിമ ഫീൽ ചെയ്തിരുന്നു. അത്തരം ഒരു കഥാപാത്രം ചെയ്യാത്ത കഥാപാത്രം കൂടെ ചെയ്യുമ്പോൾ അത് പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ പ്രേക്ഷകർ ഏറ്റെടുപ്പിക്കണമല്ലോ, അതാണ് എൻ്റെ വെല്ലുവിളി. അതെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് പറ്റാത്തൊരു കാര്യം ചെയ്തിട്ട് അത് അവസാനം ആദ്യത്തെ സിനിമയാണ് ഡയറക്ടറിൻ്റെ. ഈ പറയുന്ന പ്രൊഡ്യൂസർ വലിയ പ്രതീക്ഷകളോടെ വരുന്നതാണ്. ഒരുപാട് ഡെബ്യൂ ടെക്നീഷ്യൻസ് ഉണ്ട് ഈ സിനിമയിൽ. എല്ലാവരും ഇപ്പോൾ ആദ്യത്തെ സിനിമ ചെയ്യുന്ന കുറേ ടെക്നീഷ്യൻസ് ഉണ്ട്. ഇവരുടെയൊക്കെ ജീവിതമാണ്. അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഞാൻ പോയിട്ട്
തമാശ കളിക്കാൻ പറ്റില്ല. എനിക്ക് അതിൻ്റെ അകത്ത് അതിൻ്റെ സീരിയസ്നെസ്സോട് തന്നെ ആ സിനിമേനെ അത് കൺസീവ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അവരുടെയൊക്കെ ലൈഫ് കരിയറാണ് അതൊക്കെ. അപ്പോൾ അത് കാരണം ആ ജെന്യൂനിറ്റി കൊണ്ടുവരാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോൾ എത്രമാത്രം ഉണ്ടെന്നുള്ളത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്ന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള എഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. നല്ല ജഡ്ജ്മെന്റ് ചെയ്യാൻ അറിയാവുന്ന പ്രേക്ഷകരാണല്ലോ ഇപ്പോൾ ഉള്ളത്. അത് കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് ചെയ്യാനകത്തൊരു സംശയം വേണ്ട. ചേച്ചി എങ്ങനെയുണ്ട് ഈ ഒരു അഭിനയമൊക്കെ? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഡബിങ്ങിലായിരുന്നല്ലോ ഞാൻ കൂടുതൽ എൻ്റെ ലൈഫ്. ഒരു 2000-ൽ കൂടുതൽ പടങ്ങൾ ചെയ്തിരിക്കുന്ന മൈക്കിന് മുമ്പിലാണ്. അപ്പം അവിടുന്ന് സ്ക്രീനിലേക്ക് വരുന്ന ഒരു ശരിക്കൊരു ടാസ്ക് തന്നെയാണ്. അപ്പം കുറച്ച് തമിഴ് പടങ്ങളൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് ചെയ്തിരുന്നു. പിന്നെ ഭരണി ആവശ്യമുണ്ട്, ജിമ്മി ഇവൻ്റെ ആവശ്യം, അതൊക്കെ ചെയ്തതിന് ശേഷം ഒരു നല്ല കഥാപാത്രമാണ് എനിക്ക് കിട്ടിയത്. ഇപ്പം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ പിന്നെ ഡയറക്ടറുടെ കണ്ണുകളിൽ ഈ കഥയും അതിൻ്റെ ഒരു ഇമോഷനും ഡെപ്തും കണ്ടു എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ചെവിയിലാണ് കേട്ടത്. കാരണം എൻ്റെ അടുത്ത് ഫോണിലൂടെയാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം തോന്നി. ആ ബേസിലിൻ്റെ ഉമ്മയായിട്ടാണ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ശാകുന്തളം തെലുഗു ടു മലയാളം ഞാൻ ചെയ്യുന്നതിൻ്റെ തിരക്കിലുമായിരുന്നു. അപ്പോൾ ഡേറ്റ്സിൻ്റെ ക്ലാഷ് ശരിക്കും ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ഡേറ്റ്സ് ഇതാക്കിയിട്ടാണ് ഇതിന് ഞാൻ വന്ന് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞു. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയണം. ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഡയറക്ടർ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കുറച്ചൊന്ന് കുറയ്ക്കാൻ പറഞ്ഞു. അതായത് എക്സ്പ്രഷൻ അത്ര വേണ്ട, മലയാളത്തിൻ്റെ ഇതല്ലേ. അപ്പോൾ ഞാൻ ഓടിപ്പോയി ബേസിലെടുത്ത് ചോദിച്ചു, ബേസിലൊന്ന് എനിക്ക് ഒരു ഗൈഡ് ചെയ്യൂ, നിങ്ങളൊക്കെ വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ആൾ. ഞാൻ ബേസിലിൻ്റെ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് എൻ്റെ. അപ്പോൾ ബേസിലിൻ്റെ ഉമ്മയായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ ബേസിലിനോട് ചോദിച്ചു, ബേസിൽ പറഞ്ഞ ഒരുപാട് ഒന്നും അങ്ങനെ ഫേസിലേക്ക് കൊണ്ടുവരണ്ട, ഉൾക്കൊണ്ടാൽ മതി, അപ്പം തന്നെ അത് നാച്ചുറലായിട്ട് കണ്ണിൽ വരും എന്ന് പറഞ്ഞ് എനിക്ക് ഫസ്റ്റ് ഗൈഡ് ലൈൻ എന്നെ ഗൈഡ് ചെയ്ത ഒരു വ്യക്തി വലിയൊരു മഹാനടനാണിത്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എൻ്റെ മോളായിട്ട് അഭിനയിച്ച ബുഷറ, പിന്നെ ശ്രുതി, എല്ലാവരും തന്നെ ഒരുപാട് എന്നെ സഹായിച്ചു. ഡയറക്ടർ എസ്പെഷ്യലി നല്ല കഥാപാത്രമാണിത്. എനിക്കത് നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഡയറക്ടർക്കും ഹർഷദക്കും പിന്നെ എന്നെ സഹായിച്ച എൻ്റെ ഫുൾ ടീമിന് ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നല്ല കഥാപാത്രമാണല്ലോ. ഇത്ര ചെറിയ തമിഴിലാണെങ്കിലും മറ്റു ഭാഷയിലും ചെയ്ത് ചെറിയ ചെറിയ സിനിമകൾ ചെയ്തും ഒരു അഭിമുഖം എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂ സിനിമയുടെ ഭാഗമായിട്ട് വരുന്ന ഈ സിനിമയ്ക്കായിരിക്കും ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യം എൻ്റെ കേസിന് ആദ്യമായിട്ടാണല്ലേ? ആദ്യമായിട്ടാണ് ഞാൻ നല്ല തുടക്കമാണ്. അപ്പൊ ഞാൻ എനിക്ക് യാതൊരു പിടിയില്ല. അപ്പൊ ഞാൻ ഇന്നലെ തന്നെ മോളോട് വിളിച്ച് ചോദിച്ചു, എങ്ങനെയാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, എനിക്ക് അറിഞ്ഞൂടെ ഇത് എന്ത് പറയാം എന്ന് പറയാൻ ഒരു സിനിമയുടെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി പേര് കഷ്ടപ്പെടുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ സിനിമയ്ക്ക് വരുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇവരൊക്കെ എല്ലാവർക്കും ഡബ് ചെയ്യാനായിരിക്കും പാട് ചിലപ്പോൾ. ഇവിടെ ക്യാമറയ്ക്ക് മുന്നിൽ വരാനാണ്. പക്ഷെ ഡബ്ബിംഗ് എന്ന് പറഞ്ഞ ഒരു കഴിവ് വേറെയാണ്. ഞാൻ എന്നിട്ട് ഡയറക്ടർ അടുത്ത് ചോദിച്ചു. പിന്നെ എന്നെ ഡേറ്റ്സ് പ്രശ്നം ഉണ്ടായിട്ട് പോലും പുള്ളി എന്നെ തന്നെ വേണമെന്ന് ഇങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോശം ഇങ്ങനെ ഞാൻ തന്നെ വേണമെന്ന് പറയാൻ. അപ്പോൾ എനിക്ക് കൂടുതൽ പേടിയായി, ഇനി എന്താണ് എന്നെ തന്നെ വേണമെന്ന് പറയുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള എൻ്റെ ഒരു ടെൻഷൻ കൂടി. അപ്പോൾ പറഞ്ഞു, അല്ല, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് വിശ്വാസം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയെ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു മുഖം ബേസിലിൻ്റെ ഉമ്മയായിട്ട് വേറെ ആലോചിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ചേച്ചി എന്നെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അങ്ങനെയും കൂടെ കേട്ടപ്പോൾ എൻ്റെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് മൊത്തമുള്ളൊരു ക്രെഡിറ്റാണത്. ഡബ്ബിങ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അഭിനയിക്കാനും പറ്റും എന്നുള്ളതിൻ്റെ വലിയൊരു സന്തോഷം കൂടെ എനിക്കുണ്ടായി. തീർച്ചയായിട്ടും ഈ സിനിമ കഴിയുമ്പോൾ പണ്ട് ലാലേട്ടനും കബീർ പൊന്നമ്മ ചേച്ചിയും അമ്മയും മോനുമായിട്ട് അഭിനയിച്ച പോലെ ഈ സിനിമ കഴിയുമ്പോൾ ബേസിലിന്റെ അമ്മയായിട്ടും ഉമ്മയായിട്ടും ഒത്തിരി സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അതായത് ഞാൻ ലാലേട്ടൻ അതുപോലെ ഉണ്ടാകട്ടെ. അത്രയും കഴിവുള്ള വ്യക്തി തന്നെയാണ്. എന്റെ സംശയം ബേസിലെ മലയാളി പ്രേക്ഷകർ ഇഷ്ടം സ്വീകരിച്ച വ്യക്തി തന്നെയാണ് ബേസ്. അതുകൊണ്ടല്ല ഇപ്പോഴും നമ്മൾ ഈ സിനിമയിൽ ഇങ്ങനെ പോകുന്നത്. ഒന്ന് തള്ളു കിട്ടിയാൽ നമ്മൾ പിന്നെ സിനിമയാണല്ലോ, അറിയാലോ ബേസിൽ കൃത്യമായിട്ട്. എന്തായാലും വരുന്നുണ്ട്. എനിക്ക് ആ ഡബ്ബിങ്ങിന്റെ കുറെ സാധനങ്ങൾ കിട്ടാറുണ്ട്. നമ്മള് കഴിഞ്ഞ ഒരു മാസമായില്ല അല്ല, ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വലിയ വിവാദം ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോയതാണ്. പക്ഷെ ഇതിൽ നമുക്ക് വിവാദമൊന്നും വേണ്ട, നമുക്ക് സിനിമയെ കുറിച്ച് മാത്രം മതിയല്ലോ അല്ല ബേസിലെ? നല്ലൊരു സിനിമയുടെ ഭാഗമായല്ലേ ഈ പറഞ്ഞ പോലെ.
അമ്മ ദേ എടുത്തിരിക്കുന്നു, ആങ്ങളെ എടുത്തിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ലൊക്കേഷനും ഈ സിനിമയുടെ കഥാപാത്രവും? ഭയങ്കര, അതായത് ഇതിന് മുമ്പേ പ്ലാൻ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു കൊറോണയുടെ ആ ഒരു സമയമാണ്. അപ്പം എന്നെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, അപ്പോൾ കുറച്ച് പിക്സൊക്കെ അയക്കൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് മാറിയെന്ന്, അതായത് അഫ്നാസ് എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ ഡിറക്ഷൻ സൈഡിലുണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പിന്നെ ഇല്ല കേട്ടോ, നമ്മൾ കുറച്ചും കൂടെ അത് കൊമേഴ്ഷ്യൽ ആക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ശരി. അത് കഴിഞ്ഞ് പിന്നെയും എന്നെ വിളിച്ചിട്ടാണ് പറയുന്നത്, ഇല്ല ഇങ്ങനെ ആ ക്യാരക്ടർ തന്നെയാണ്, ഈ ഡേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ പെട്ടെന്നാണ് സിനിമ, എനിക്ക് തോന്നുന്നു ബേസിലായിട്ടിൻ്റെ ഡേറ്റ് കുറച്ച് മുന്നേ കിട്ടുമോ മറ്റോ ചെയ്തു അല്ലേ, കുറച്ച് മുന്നിലേക്കായില്ല. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ബുഷ്ര എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഇത് ബച്ചു, ഞാൻ ബുഷ്ര. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ വെച്ച് ഞാനുമായി എൻ്റെ സ്വഭാവമായിട്ട് വളരെ സാമ്യമുള്ള കഥാപാത്രമാണ് ശരിക്കും. ഇതാണ് സ്വഭാവം. അതെ, ഇത് കണ്ട ഇതാണ് സ്വഭാവം. യഥാർത്ഥ സ്വഭാവം മനസ്സിലാവും. ഇതാണ് യഥാർത്ഥ സ്വഭാവം. അതെ. പിന്നെ ഈ സ്വഭാവം കണ്ടിട്ട് തീരുമാനിച്ചു. ചില വീട്ടിൽ കണ്ടിട്ടില്ലേ ഈ എന്താ പറയാ, സിസ്റ്ററും ബ്രദറൊക്കെ തമ്മിൽ അത്ര നല്ലൊരു സ്വരച്ചേർച്ചയില്ലായ്മ, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ശരിക്കും ബച്ചുവും ഞാനും തമ്മിലുള്ളത്. ഭയങ്കര വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഹർഷദ് ഈ പറഞ്ഞ പോലെ എൻ്റെ ചെക്ക് ലിസ്റ്റിലുള്ള ഒരു റൈറ്ററാണ്. എഴുതുന്ന കഥാപാത്രങ്ങൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഉണ്ടയാണെങ്കിലും പുഴുവാണെങ്കിലും ഒക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒരു ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. ഹർഷദ് ഫുൾ ടൈം ഉണ്ടാവും, ഫുൾ ടൈം എല്ലാ സിനിമയിലും ലൊക്കേഷൻ പുള്ളി, എല്ലാ കഥകളിലും ലൊക്കേഷൻ പുള്ളി അങ്ങനെ ഫുൾ ടൈം ഉണ്ടാവും. നമുക്ക് എന്ത് ഗൈഡൻസും, അതിപ്പോൾ മൂസി ആണെങ്കിലും അതെ, മൂസി പറഞ്ഞ പോലെ ഭയങ്കര ഇമോഷണലാ. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു ഇമോഷൻ ഉണ്ട്. ആ ഇമോഷനൊക്കെ വരുമ്പോഴേക്കും മൂസി അത് നമുക്ക് ഇരുത്തി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇരുന്ന് അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പോയി അഭിനയിക്കണം. ബിക്കോസ് അത്രയും നമുക്കത് കിട്ടും, അവൻ ആ ഇമോഷൻ എന്താണ് പറയുന്നത് എന്നുള്ളത്. അത് ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ ഫുൾ ടീം, ഞങ്ങളൊരു കുഞ്ഞു സിനിമയാണെങ്കിലും ഞങ്ങൾ എല്ലാവരും മിക്കവാറും ഒരുമിച്ച്, വീടിന്റെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഉണ്ടാവും. പിന്നെ കോഴിക്കോടാണല്ലോ, അതിൻ്റെതായിട്ടുള്ള നല്ല ഫുഡും കഴിക്കാം. അങ്ങനെ ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫറയുടെ ക്യാരക്ടർ ഈ പറയുന്ന പോലെ ഭയങ്കര ബോൾഡ് ആൻഡ് ഈ പറയുന്ന സ്വന്തം ഐഡന്റിറ്റി ഉള്ള ക്യാരക്ടറാണ്. ഈ പറയുന്ന ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിലുള്ള സെറ്റിങ്ങിലുള്ള ക്യാരക്ടർ ആണെങ്കിൽ പോലും പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ടുള്ള ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് റിയൽ ലൈഫ് ഒന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്തിയതാണ്. പക്ഷെ വേറൊരു കേസ്, ഈ കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ജീവിതം തന്നെയാണ് ഈ കഥയിൽ എന്റെ കഥാപാത്രം എന്നല്ല, കഥാപാത്രം എന്റെ സ്വഭാവങ്ങൾ മാത്രം ഈ കഥയ്ക്ക് നമുക്ക് ഉപകാരമായി, ഈ ക്യാരക്ടർ ഉപകാരമായി. അതായത് നമുക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഇപ്പം അമ്മിണിപ്പിള്ളയൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഭർത്താവിന്റെ വീട്ടിൽ പോയി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ചോദിക്കേണ്ടി വന്നിട്ടില്ല, ഒക്കെ ജസ്റ്റിഫൈഡ് ആയിരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, തീർച്ചയായിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു? പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ, അതുകൊണ്ട് പേര് പെട്ടെന്ന് കിട്ടിയില്ലോ, അതല്ലേ അതെ. അതെന്താ പറയോ, ബേസിക്കായിട്ട് നമുക്ക് ഈ ആങ്കർ ഞാനല്ല, ഞാൻ അതിന് ആ പേര് മാറി എന്താണെന്നറിയോ, കഥാപാത്രത്തിന്റെ പേര് ഇപ്പൊ പറഞ്ഞിരുന്നു. അമ്മ കഥാപാത്രത്തിന്റെ പുഷ്പാന്തും ഗായത്രി, അങ്ങനെ ഭാനു, അങ്ങനെ കഥ. അപ്പൊ ഞാനത് എന്റെ പാർവതിയാണ്, കഥാപാത്രത്തിന്റെ പേര് വിളിച്ചാണ് അമ്മ ഇവരെല്ലാരും പറഞ്ഞത്. ഇത് പുഷ്പ അങ്ങനെ പറഞ്ഞിരുന്നു. അവിടെയാണ് എനിക്ക് ചില സമയം എനിക്ക് സംഭവിക്കാറുണ്ട് കേട്ടോ, പെട്ടെന്ന് ഓപ്പോസിറ്റ് പുതിയ ആൾക്കാർ ആരെങ്കിലും വരണമെങ്കിൽ പെട്ടെന്ന് എനിക്കൊരു, അല്ല നമ്മളൊക്കെ ഒരേ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നവരല്ല, അപ്പൊ തർക്കത്തിന്റെ ആവശ്യമില്ലല്ലോ, ഇങ്ങനെ ഒരേ സീറ്റിൽ ഇരിക്കുന്നവരല്ല നമ്മള്. അപ്പൊ അതുവരെ എനിക്കറിയാലോ. ഞാൻ കഥാപാത്രത്തിന്റെ പേര് എനിക്ക് പിന്നെയും പാർവതി തന്നെയല്ലേ ഇത്. അപ്പൊ ഒന്നേ പാർവതി ആങ്കർ നിലയിൽ എനിക്കിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പേര് കിട്ടാത്തോണ്ടല്ലേ. അത് കൃത്യമായിട്ട് ഞാൻ പറയുകയും ചെയ്തല്ലോ. ഞാൻ കേട്ടോ പേര് പറഞ്ഞതായിട്ട് ഇവിടുന്ന് ലുക്ക് പോയപ്പോ നോക്കില്ല. അല്ല പാർവതി ശരിക്കും കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞപ്പോഴാ ബേസിൽ തന്നെ ചിരിച്ചോണ്ടിരിക്കണേ, ബേസിന് സന്തോഷമായി അല്ലേ, ശരിക്കൊന്ന് കിട്ടിയപ്പോ അല്ലേ. പാർവതി ഇതിനകത്ത് ഒരു നല്ല കഥാപാത്രം എന്നാണ് എനിക്ക് ഞങ്ങളുടെ ഡയറക്ടറിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്. ഈ പറഞ്ഞ പോലെ ഈ കുടുംബത്തിൽ ഉള്ളതാണോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ, ഈ കുടുംബത്തിന് പുറത്തല്ലേ എന്നുള്ളൊരു സംശയമുള്ളൂ എനിക്ക്. രണ്ടും പറയാം,
അതായത് റിലേഷൻ ഉണ്ട്, പക്ഷെ ഫുൾ ടൈം വീട്ടിൽ തന്നെ. അപ്പം എൻ്റെ കഥാപാത്രത്തിന്റെ പേര് ബാനു എന്നാണ്. ഒരു പ്രവാസിയായിരുന്നു, പക്ഷെ നാട്ടിലേക്ക് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വരുന്നുണ്ട്. വളരെ ബോൾഡായിട്ടുള്ള, അത് എനിക്കൊന്ന് ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഡയറക്ടർ ആയാലും ഹർഷദയ്ക്കാണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ ബോൾഡായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്റ്റാൻഡുള്ള കുറച്ച് ക്യാരക്ടേഴ്സാണ്. ഇപ്പം എൻ്റെ കഥാപാത്രമാണെങ്കിലും നമുക്കറിയാം, ഇപ്പം ഈ കാരിക്കേറ്റ് സൈഡിൽ നിന്നല്ല, ഇപ്പം അങ്ങോട്ട് നോക്കുകയാണെങ്കിലും ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ഡിസിഷൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യും. ലൈക്ക് അവർക്ക് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം സ്വന്തമായിട്ടുള്ള നിലപാടിലൊക്കെ കുറച്ച് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ 3 ക്യാരക്ടേഴ്സും. അതെ, ഈ 3 പേരുമാണ് ഈ സിനിമയിലെ ഏറ്റവും സ്ട്രോങ് സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലേ? അതെ അതെ, 3 പേർക്കും കൃത്യമായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്. പിന്നെ സിനിമയിലേക്ക് വന്നത് അതായത് ഇതിന്റെ പ്രൊഡ്യൂസർ നൈസാം ചേട്ടൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട്, ലൈക്ക് എൻ്റെ ഒരു റീല് കണ്ടിട്ട് പുള്ളി എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വന്നത്. ഉടനെ മോശൻ ചേട്ടൻ ഇതിന്റെ ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് ഒക്കെ റെൻഡർ ചെയ്തു. അതൊരു ചെറിയൊരു വൺ ലൈൻ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഒരു കഥാപാത്രത്തിന്റെ അത് ജസ്റ്റ് ഒന്ന് ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി അതിൽ ഹാപ്പി ആയി. പിന്നെ പതുക്കെ സിനിമയിലെത്തി. പിന്നെ അതിനെക്കാട്ടി വലിയ സന്തോഷം എൻ്റെ മകനുണ്ട് ഈ ഒരു സിനിമയിൽ. മോനും അഭിനയിക്കുന്നുണ്ട്. അവന്റെ ഡെബ്യൂ മോനായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. അപ്പം അത് വലിയൊരു ഭാഗ്യമായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ് ചെയ്യില്ലെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് എന്തായാലും ബേസിലായിട്ട് പടം എന്ന് പറയുമ്പം അത് മറ്റൊരു ഹൈലൈറ്റിംഗ് പോയിന്റ് ആയിരുന്നു. അത് അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനെ പറയും, ചുമ്മാ ബേസിലായിട്ട് ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യുന്ന ഷോട്ട് എടുക്കാൻ പറ്റും. അടുത്തതിന് പാസിംഗ് ഷോട്ട് ബേസിലിന്റെ അടുത്ത സിനിമയിൽ അങ്ങനൊരു വേഷം ഉറപ്പായിട്ടുണ്ട്. പാസിംഗ് ഫ്രണ്ടിൽ പോലും ഇല്ല. അത് കളഞ്ഞിട്ടാ ബേസിൽ എന്തായാലും വിളിക്കായിരുന്നു. ഇനി എനിക്ക് ഉത്തരവാദിത്തമില്ല, വേണമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞ. അത് ആസ് എ ഡയറക്ടർ, ആസ് എ ആക്ടർ എന്താണ് ചേട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതുപോലെ ഒരുപാട് സജഷൻസ് വരും, കാരണം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ടായിരുന്നു. ഈ ആക്ടർ വൈസ് ആയാലും ചേട്ടൻ്റെ ഒരു ഡയറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും. അത് ഞാൻ ഇടയ്ക്ക് എന്തോ ഒരു ഫസ്റ്റ് ഷോട്ടില് ഞാൻ ഇങ്ങനെ ലിബാം ഒക്കെ ഇട്ടിട്ട് വന്നത് കേട്ടോ എന്നെ. അത് വേണ്ട കേട്ടോ. എന്നോട് ചേട്ടൻ ഓർമ്മ ഉണ്ടോ പറയില്ലേ? ആ സാധനം ഇല്ലായിരിക്കും. ആക്ച്വലി മോശം ചേട്ടനോടാ പറഞ്ഞത്. കൊണ്ട് ഞാൻ പോയി മറ്റേ വൈപ്പൊക്കെ ഫസ്റ്റ് റൂമിൽ വന്ന സമയത്ത് നെയിൽ എക്സ്റ്റൻഷനും മൂക്കുത്തി ഉണ്ടായിരുന്നു. അപ്പൊ നല്ല ഭാനു അല്ലേ, ഇപ്പൊ നെയിൽ പോളിഷും ഇതൊക്കെ പ്രശ്നമാണ്. അപ്പൊ അവള് വിചാരിച്ചു ഭാനു ഹിന്ദു നെയിംസും ഉണ്ടല്ലോ. അതിനെന്താ മൂക്കുത്തി നെയിൽ പോളിഷ് പിന്നെ ഇരുന്ന് ഒരയ്ക്കുന്നു. അതാണെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ വെച്ച് പോകത്തില്ല. എന്നിട്ട് എന്തൊക്കെ സ്പിരിറ്റ് എല്ലാത്തിനും അത് പോളിഷ് ചെയ്തിട്ടാണ് മൊത്തം പോളിഷ് ചെയ്തിട്ടാണ് പോളിഷ് ചെയ്തിട്ടാണ്. ആങ്കറിന്റെ അത്ര സുഖമാണോ അഭിനയം? അഭിനയം കുറച്ചുകൂടെ രസമാണ്. നല്ല രസമല്ലേ, വേറൊരു കഥാപാത്രത്തിനെ അഡാപ്റ്റ് ചെയ്തിട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ. ആങ്കറിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. ഇപ്പം ഹൈദർക്കൊക്കെ അറിയാലോ, ഇവിടുന്ന് ഇത്രയും പേരെ ഡീൽ ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം, ഞങ്ങളെല്ലാം ഫാമിലി ചെയ്ത് കൊണ്ടുപോകണം, ഞങ്ങൾ തിരിച്ച് ദേഷ്യപ്പെടാതെ എല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്ത് ഇത്തിരി പാടാണ്. എപ്പോഴോ തൊട്ട് തുടങ്ങിയത്. എത്രയോ നാള് തൊട്ട് തുടങ്ങിയ. ഈ പറഞ്ഞ പോലെ മോന് എത്ര വയസ്സുണ്ടപ്പം? ഇപ്പൊ 2 വയസ്സ്. ചെയ്യുന്ന സമയത്ത് 1.5 വയസ്സുള്ളപ്പോഴാണ് ഇതിനകത്ത് അഭിനയിച്ചല്ലേ. അപ്പം ഈ സിനിമയിൽ നിന്നും കുടുംബത്തിലേക്ക് 2 പേരുടെ പൈസ കൊണ്ടാൻ പറ്റിയിട്ടുണ്ട്. പാക്കേജ് അങ്ങനെയായിരുന്നു അല്ലേ? ആരെങ്കിലും രക്ഷപ്പെടും, ആരെങ്കിലും സിനിമ കൊണ്ട് രക്ഷപ്പെടും. മോനായിരിക്കും ഇനി അങ്ങോട്ട് ബിസി ബാലതാരം. ഞങ്ങൾ മോന് പാസിംഗ് ഷോട്ട് ആയിരിക്കല്ലോ. ഇല്ലില്ല, അവൻ സ്മാർട്ടാണ്. അവൻ എടുക്കൂല ആ റോൾ. എനിക്ക് പാസിംഗ് ഒന്നും വേണ്ടെന്ന് പറയും. ഈ പറഞ്ഞതുപോലെ ബേസിലെ ഈ പോസ്റ്ററുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് പല വെറൈറ്റി പോസ്റ്ററുകളാണ്. ബേസിലെ ഓരോ എക്സ്പ്രഷനും ഒരേ ആക്ടിവിറ്റി നോക്കുമ്പോൾ നമുക്ക് പലതാണ്. ചിലത് ചിരിക്കാനുള്ള പോസ്റ്ററുകൾ കാണും, ചിലത് നമുക്ക് ദുഃഖം വരുന്ന പോസ്റ്ററുകൾ കാണും. ഈ പറഞ്ഞ പോലെ നേരത്തെ സീരിയസ് കഥാപാത്രമല്ലേ. ഇപ്പൊ ഇവിടെ പറയുന്ന സ്ത്രീകൾക്ക് വലിയ ഒരു സ്പേസ് കൊടുത്തുണ്ടായ സിനിമയാണ് സ്ത്രീ കഥാപാത്രത്തെ. ഇപ്പൊ ബേസിലും പറയും ഒരു 3 പേരാണ് കൊണ്ടുവന്നത്. ഒരു പുരുഷ കഥാപാത്രം എന്ന് പറയുമ്പോൾ ഇവരുമായിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഒരു സഹോദരൻ എന്ന നിലയിൽ ഒരു കുടുംബ ചിത്രങ്ങൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് അല്ലേ.
കുടുംബ സഹോദരൻ സഹോദരി ബന്ധങ്ങളുള്ള ചിത്രങ്ങൾ, അമ്മ അച്ഛനുള്ള ബന്ധങ്ങൾ, അതിന്റെ അപ്പുറത്തേക്ക് ഇതെന്താണ് കഥ പറയുക? ആ റിലേഷൻഷിപ്സിന്റെ കഥയാണ് ബേസിക്കലി. അപ്പൊ ഇവരുമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് ഒരു ഹാപ്പി ഫാമിലി അങ്ങനെയൊന്നുമല്ല. ഈ മറ്റെല്ലാരും കൂടെ ഒരു കുടുംബമായി ഞങ്ങൾ ഒരുമിച്ച് ടൂർ പോകുന്നു അങ്ങനത്തെ ഒരു സിനിമയല്ല. അപ്പൊ എല്ലാവരുമായിട്ടും പ്രശ്നങ്ങളുണ്ട്. ഉമ്മയായിട്ടും ഇവന് പ്രശ്നങ്ങളുണ്ട്. ആ വീട്ടിൽ നിന്ന് പ്രഷർ ഉമ്മ തരുന്നു അങ്ങനെ എങ്ങനെയാന്നായിട്ട്. കാമുകിയായിട്ട് പ്രശ്നമുണ്ട്. കാമുകിയായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് തല്ലി പിരിഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പൊ കാമുകി അല്ല, പക്ഷെ അങ്ങനെയൊക്കെയാണ്. പെങ്ങളായിട്ട് എന്നും പ്രശ്നമാണ്. എന്ത് പറഞ്ഞാലും തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെങ്ങള്. എന്തിനാണോ എന്തോ ഇവൻ എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി കട്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ പ്രശ്നമായിട്ട് ഒരു പെങ്ങള്. പറയുന്നതിൽ കാര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഇവൻ അതൊന്നും ഉൾക്കൊള്ളുന്നതിന്റെ അല്ല, ഇവന്റെ സിറ്റുവേഷൻ ഇതൊക്കെ പ്രശ്നമാണ്. പ്രശ്നത്തിനിടയ്ക്ക് ഈ പ്രശ്നവും കൂടെ ഒരു പ്രശ്നമായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ ഇവൻ എങ്ങനെയൊക്കെയൊക്കെ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ബേസിക് കഥ എന്ന് പറയുന്നത് വേറൊരു കോൺഫ്ലിക്റ്റ് ആണ്. അതൊരു ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിനിടയിൽ ഈ പ്രശ്നങ്ങളൊക്കെ അതിന്റെ ഒരു റെസൊല്യൂഷനിൽ പോകുന്നതോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ വേറെ രീതിയിൽ ആ വലിയ പ്രശ്നത്തെ കോംപ്ലിമെന്റ് ചെയ്യുന്നതോ ഒക്കെയാണ് സിനിമയുടെ ഒരു ബേസിക് നരേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ആ വലിയ പ്രശ്നം എന്താണെന്ന് എനിക്ക് പറയാൻ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സിനിമയാണ്. ബേസിൽ സിനിമ ഡയറക്ടർ എന്ന നിലയിൽ എന്ത് പോസിറ്റീവാണ് മൂസിനിൽ കണ്ടത്? മൂസിൻ ഈ പറയുന്ന സിനിമ കൺസീവ് ചെയ്യുന്നത് വളരെ ജെന്യൂൻ ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ്. ഇപ്പൊ മൂസിൻ ഒരു കോമഡി സിനിമ എങ്ങനെയാ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ മൂസിൻ ഒരു ആക്ഷൻ സിനിമ എങ്ങനെയാ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് മൂസിൻ അങ്ങനത്തെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞ ഭയങ്കര ഇമോഷൻസ് ഒക്കെ ഭയങ്കര ജെന്യൂൻ ആണ്. അതിന്റെ ഡീറ്റെയിലിങ്ങുകൾ വളരെ ജെന്യൂൻ ആണ്. നിങ്ങൾ ഷൂട്ടിംഗ് സമയങ്ങളിൽ ഇപ്പം ബേസിന്റെ ഒരു സീൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു സീൻ വരുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമോ? ഡയറക്ടറോട് ചെയ്തിരുന്നെങ്കിൽ? ഇല്ല, അങ്ങനത്തെ അല്ല. എനിക്ക് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോ ബുഷറ ഈ പറയുന്ന ഷിബിലയുടെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മൂസിൻ ഒരു സീൻ വന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു, ആ സിറ്റുവേഷൻ വന്ന് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ മൂസിൻ ഭയങ്കര ഇമോഷണൽ ജീവിയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമാവും. പക്ഷേ ഇത്രയും കഷ്ടപ്പാടുള്ള ഒരു കഥാപാത്രം ചെയ്യാം. അപ്പൊ ആ വിഷമത്തില് അപ്പൊ ബ്രോ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ വന്നിട്ട് അപ്പൊ അവനതങ്ങനെ ഫീൽ ചെയ്യാണ് ബ്രോ. അപ്പോൾ മൂസിൻ ഭയങ്കര ഫീൽ ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. നമുക്ക് ഷോർട്ട് റെഡി ഗ്ലിസറിനൊന്നും വേണ്ട, ഞാൻ കരഞ്ഞു കഴിഞ്ഞു. റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി വേറെ ഡിലേ ഒന്നും വേണ്ട, എടുത്തോ. അങ്ങനത്തേലേക്ക് എത്തും നമ്മൾ. അതേപോലെ തന്നെ ഒരു പ്രൊഡ്യൂസറും നൈസാം സലാമി ഭയങ്കര ഇമോഷണൽ ജീവിയാ. പെട്ടെന്ന് കരയും, എല്ലാത്തിനും വിഷമാവും. എന്ത് കാര്യം ഉണ്ടെങ്കിലും വിഷമാവും. കോളേജ് വിസിറ്റിന് പോയപ്പോ ഒരു വയ്യാത്ത കൊച്ചു വന്നു. നമുക്ക് നാച്ചുറലി, പക്ഷെ നൈസാമയ്ക്ക് കൂടുതൽ വിഷമാവും. ഇവിടെ പാവം കൊച്ചു, അത് ഇങ്ങനെ വണ്ടി പോകുമ്പോഴൊക്കെ എന്നാലും ആ കൊച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതിലൊക്കെ ഭയങ്കര എമ്പതി കൂടുതലുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ ആ സിനിമയിലെ ഇമോഷൻസ് ഒക്കെ സ്ട്രൈക്കിംഗ് ഇമോഷൻ ആണെങ്കിൽ പുള്ളിക്ക് അതെല്ലാം കിട്ടും. അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സിനിമ ചെയ്യാൻ തയ്യാറായതും. ഈ സിനിമയ്ക്ക് വേണ്ടി അപ്പൊ തന്നെ ഇതാണ് എന്റെ സിനിമയാണ് എന്നുള്ളതാണ്. പിന്നെ ഉറപ്പായിട്ടും പുള്ളിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളും, പുള്ളി ഒരു പറയുന്ന പ്രവാസിയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സിനിമയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് മൂസിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ടെക്നീഷ്യൻസ് ആണ്. ഹർഷദയ്ക്ക് ആണെങ്കിലും ആ കോഴിക്കോടും അതിന്റെ ചുറ്റുപാടുകളും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധവും കണക്ഷനും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും കറക്റ്റ് സിങ്ക് ആയിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടെംപ്ലേറ്റ്, ഒരു ക്രൂ ആണിത്. ഇവര് കറക്റ്റ് ആണ്. ഇവരിനി വേറെ അതെ. പിന്നെ ഉറപ്പായിട്ടും ഇവരിനി വേറെ ടൈപ്പ് സിനിമ എങ്ങനെ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. എന്റെ മനസ്സിൽ ഇപ്പൊ ഇവർക്ക് ഇങ്ങനത്തെ സിനിമയാണ് ഇവരുടെ സിനിമ. ഇമോഷണൽ ജീവികളാണ് ഇങ്ങനത്തെ സിനിമകള്. പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുന്നുണ്ടോ? അതെ. നമുക്കൊന്ന് ചിന്തിക്കാനോ ഒന്ന് കരയാനോ ഒന്ന് ചിരിക്കാനോ എല്ലാം കൂടെ ചേർത്തൊരു സിനിമകൾ ഇപ്പോൾ വരുന്നില്ല. സിനിമ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ എത്ര സിനിമകൾ ഇറങ്ങി, ഏത് സിനിമകൾ വിജയിച്ചു നമ്മൾ പറഞ്ഞാൽ 1-2 സിനിമകളിലെ ഈ പറയുന്ന എല്ലാം ചേരുമ്പോൾ ഒരു സിനിമ വിജയിക്കുന്നുള്ളൂ. സിനിമ വിജയിച്ചിരിക്കും. അത് വലിയ ഒരു സിനിമാ മേഖല വലിയ പ്രതിസന്ധി പോകുന്ന സമയത്ത് ഇങ്ങനത്തെ സിനിമകൾ വരണം പ്രേക്ഷകർക്ക്. അത് ഈ സിനിമ തന്നെ അതിന്റെ പെരുന്നാൾ പടം എന്ന് തന്നെ പറയുമ്പോൾ തന്നെ ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുക. പെരുന്നാളിന് ഒരു സിനിമ കാണാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോൾ ഇത്തരം സിനിമകൾ വരുമ്പോൾ, ഈ ഒരു ടീം വർക്കിന്റെ സിനിമ വരുമ്പോൾ പ്രേക്ഷകർ ഏറ്റവും അതിന് സംശയമൊന്നുമില്ല. ജെന്യുവിനിറ്റി ഉണ്ട് ആ സിനിമയുടെ പുറകിൽ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ സിനിമയിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സിനിമ
ഹിറ്റ് ആവാൻ ഇപ്പോൾ ഭയങ്കര ഫുൾ കോമഡി കമ്മ്യൂണിറ്റി വ്യൂവിംഗ് ആണ് തിയേറ്ററിലേക്ക് ആൾ വരുത്താൻ ഏറ്റവും വലിയ കാര്യം. ഒന്നെങ്കിൽ വലിയ കോമഡി വേണം, അല്ലെങ്കിൽ ഭയങ്കര ആക്ഷൻ വേണം, അല്ലെങ്കിൽ ഭയങ്കര മാസ് സിനിമയായിരിക്കണം. ചിലപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയ്ക്ക് ഒരു കമ്മ്യൂണിറ്റി വ്യൂവിങ്ങിന്റെ ഒരു സുഖം ഉണ്ടാവും. അപ്പൊ റീസെന്റ് അങ്ങനെ ഒരു സിനിമ നമ്മൾ അങ്ങനെ കണ്ടതായിട്ട് എന്റെ ഓർമ്മയിലില്ല. അങ്ങനെ ഭയങ്കര ഒരു ഇമോഷണൽ സിനിമ, പക്ഷെ ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷൻ. അതെ, അങ്ങനെ ഒരുപാട് സിനിമകൾ. സുഡാനി ഫ്രം നൈജീരിയ ഒരു ഭയങ്കര ഇമോഷണൽ സിനിമയാണ്. അന്ന് ആ കാലഘട്ടത്തില് സിനിമ ഒന്നുമല്ലായിരുന്നപ്പോ ഓരോ ആർട്ടിസ്റ്റുകളും ഇല്ലാതെ സുഡാനി ഫ്രം നൈജീരിയ ഉണ്ടാക്കിയ ഒരു ചലനം സിനിമാ മേഖലയ്ക്ക് വലുതല്ലേ. ഇത്തരം സിനിമയായിരുന്നു. അതെ, അതേ ക്രൂ തന്നെയാണ് മൂസിൻ അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു സ്വഭാവം ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ്. അങ്ങനത്തെ ഒരു ഇമോഷൻ ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു എന്റർടൈനർ ആണ്, അതിനൊരു കമേഴ്ഷ്യൽ സ്വഭാവമുണ്ട്. അങ്ങനെ അതൊരു കമേഴ്ഷ്യൽ സിനിമയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആട്ടെ സിനിമ. ഈ പറഞ്ഞതുപോലെ ഈ കഥ പറഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവരും പുള്ളി വന്ന് കഥ പറയുമ്പോൾ ഒന്ന് കണ്ണുനീര് വരുന്നുള്ളൂ. ഒരു കഥ ഫോണിൽ കേട്ടപ്പോൾ കണ്ണീര് വന്ന കഥയിലെ ഭാഗം ഏതായിരുന്നു? കഥ പറഞ്ഞപ്പോഴോ? ചേച്ചിക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് എനിക്ക് ഒരുപാട് എന്റെ ലൈഫിൽ ഒരുപാട് കണക്ട് ചെയ്ത ഒരു കഥാപാത്രമാണ് ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കഥാപാത്രം ഞാൻ വിടരുത് എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു. എനിക്കും ഡേറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് അദ്ദേഹവും ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്നു. എൻ്റെ ലൈഫായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഇതിന്, ഈ ഒരു കഥാപാത്രത്തിന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് പുറത്ത് വരാനായിരുന്നു ബുദ്ധിമുട്ട്. നമ്മൾ ഒരുമിച്ച് മീൻസ് ഒരേ ഹോട്ടലിലായിരുന്നു സ്റ്റേയും കാര്യങ്ങളൊക്കെ. അപ്പൊ ചില സമയത്ത് ചേച്ചിക്ക് ചിലപ്പോൾ ലേറ്റ് ആയിട്ട് നിൽക്കേണ്ടി വരും. അപ്പൊ ചേച്ചി ഇരുന്ന ഇമോഷനൊക്കെ ഒന്ന് റിലീവ് ആയിട്ടൊക്കെയാണ് തിരിച്ച് വരിക. ചേച്ചിക്ക് ഇമോഷൻസ് പുറത്ത് വരാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ഈ സിനിമയെ സംബന്ധിച്ച്. എൻ്റെ ലൈഫുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു കഥാപാത്രമാണ്. എനിക്ക് അത് തന്നെയാണെന്ന് വെച്ചാൽ അതെനിക്ക് ഒരുപാട് കണക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു കഥാപാത്രം ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എവിടേക്കോ എന്നെ ടച്ച് ചെയ്ത് പോകുന്ന, എനിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയ ഒരു സംഭവവും അതെനിക്ക് എൻ്റെ കഥാപാത്രമായിട്ട് ഒരുപാട് കണക്ഷൻ ഉള്ളതായിട്ട് തോന്നിയത് കൊണ്ടാണ് എനിക്ക് മിസ്സായി പോകരുത് ദൈവമേ എന്ന് പ്രാർത്ഥനയായിരുന്നു എനിക്ക്, സത്യം പറഞ്ഞു. ഈ കഥ അതുകൊണ്ട് തന്നെയാണോ ഈ ചേച്ചിയുടെ ലൈഫുമായിട്ട് ബന്ധമുള്ള ഒരു കഥയായതുകൊണ്ട് തന്നെ ആയിരിക്കുമോ ഇവർ ചേച്ചി തന്നെ വേണമെന്ന് പറഞ്ഞു? അപ്പൊ ചേച്ചിയുടെ ജീവിതം പഠിച്ചിരുന്നത്? ഇല്ല, എനിക്ക് തോന്നുന്നില്ല അത്. കാരണം അതെനിക്കറിയില്ല. എന്നെ ഒരു പരിചയമില്ല. ഡയറക്ടർ സത്യം പറഞ്ഞാൽ ഈ ഫോണിലൂടെയുള്ള ഒരു ഹലോ അല്ലാതെ ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾക്ക് എന്നെ അറിയോ? ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു കഥാപാത്രം തമിഴാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ ഞാൻ തന്നെ വേണമെന്ന് ഇത്രയ്ക്ക് നിർബന്ധം പറയുന്നതെന്ന് എനിക്ക് തന്നെ സംശയമായിരുന്നു. കാരണം അവർ ഇത്രയും ഡേറ്റ്സ് മാറിയിട്ടും ആ കഥാപാത്രത്തിന് വേറെ ആളെ എടുക്കാതെ എനിക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തത് എന്താണെന്ന് അത് ചിലപ്പോ ഒരു ദൈവത്തിന്റെ ഒരു ഇതായിരിക്കും. ഡെസ്റ്റിനിയാണ് ഈ ചേച്ചിയാണ് ഈ ക്യാരക്ടർ ചെയ്യേണ്ടതെന്നുള്ളത് അതിന്റെ ഒരു ഡെസ്റ്റിനിയാണ്. അത് ഭയങ്കര ജെന്യുവൻ ആയിട്ട് ചേച്ചി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയല്ലായിരുന്നു, കുറച്ചുകൂടെ അത് ഫീൽ ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ജെന്യുവിനിറ്റി ആ സിനിമയിലുണ്ട്. അതാ പറഞ്ഞ എല്ലാം കൊണ്ടും ഡയറക്ടറും അതിന്റെ ക്രൂവും അഭിനേതാക്കളും ഒക്കെ ആ ജെന്യുവിനിറ്റി ആ സിനിമയിലുണ്ട്. ഷിബുലയ്ക്കാണെങ്കിൽ പേഴ്സണലാണ്, നേരത്തെ പറഞ്ഞ പോലെ. പാർവതിക്കാണെങ്കിൽ കൊച്ചുമായിട്ട് അങ്ങനെ വേറെ കുറെ കാര്യങ്ങൾ പേഴ്സണലാണ്. ശ്രീ ചേട്ടിക്ക് വളരെ പേഴ്സണലാണ്. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് അതിന്റെ ആ ഇമോഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇമോഷനാണ്. ഒരുപക്ഷെ ഇത് കാണുമ്പം എന്നെ പോലെ അല്ലെങ്കിൽ ഇവരെ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടാവും ഈ നാട്ടില്. ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് പേർക്ക് ഈ സിനിമ കണക്ട് ആകും. അത്രയ്ക്കും ഇറ്റ് വിൽ ബി ക്ലോസ് ടു ദി ഹാർട്ട്സ്. ഇതിപ്പോ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇതിൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് അത്. പിന്നെ ബേസ്ലൈറ്റിനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം, ബേസ്ലൈറ്റൻ ചെയ്തിട്ടുള്ള കുറെ ഇമോഷൻസ് നമുക്കറിയാം. നമ്മൾ പൊതുവെ കുറച്ചൊരു ഫൺ അല്ലെങ്കിൽ മുപ്പത് കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞാലും നമുക്ക് ചിരി ഉണ്ടാക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പൊ ജയലൊക്കെ നമ്മളാണുങ്ങൾ പാവാണെന്നൊക്കെ പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ. സംഭവം പറയുമ്പോൾ നമുക്ക് ചിരി തന്നെ. മുപ്പത് ഇത് അങ്ങനെയല്ല. ഇതില് കുറെ ലെയേഴ്സ് ഉണ്ട് ഈ ഒരു ക്യാരക്ടറിന്. അതായത് എന്തും ചെയ്ത് ഇവിടെ പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ. എന്ത് ബിസിനസ് വേണമെങ്കിലും ചെയ്യാം. അപ്പം വീട് സെറ്റ് ചെയ്ത് വീട്ടിൽ പോകുമ്പോൾ അവിടെ കുറെ സാധനങ്ങൾ, കുറെ ID കാർഡ്സ് ഒക്കെ പല പല പേരിൽ പല സ്ഥലത്ത് പല ജോലി ചെയ്തതിന്റെ, മറ്റേ ഫുട്ബോളിന്റെ ഗ്രൂപ്പിന്റെ എന്തെങ്കിലും ആയിരിക്കും, വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്. നമ്മൾ യൂഷ്വലി യങ്സ്റ്റേഴ്സ് ട്രൈ ചെയ്യണ കുറെ ബിസിനസ് ഇല്ലേ, അത് മിക്കവാറും ഒക്കെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഒരു
ബച്ചു ഉണ്ട്, അല്ലാണ്ട് ഫാമിലിയിൽ വേറൊരു ബച്ചു ഉണ്ട്. അതേപോലെ ഈ ഒരു പ്രണയം എന്നൊക്കെ പറയുമ്പോൾ അത് വേറൊരു, ഇങ്ങനെ കുറെ ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് ബേസിലേട്ടന്റെ. ഇമോഷണൽ സാധനമൊക്കെ ബേസിലേട്ടൻ ആക്ച്വലി ചെയ്യുന്നതാണ് ഭയങ്കര രസമാണ്. അതെ, കുറെ ഇമോഷൻസിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബേസിലിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞ സിനിമ ജയജയഹോം കണ്ടതിന് ശേഷം ഒരു പുരുഷൻ എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ ഭാര്യമാർക്ക്? ഞങ്ങൾക്ക് അല്ലെങ്കിൽ അറിയാന്നൊക്കെ, എനിക്കല്ലെങ്കിൽ അറിയാം. എന്ത് സിനിമ? തീർന്നു തീർന്നില്ല. ഒറ്റയടിക്ക് തീർന്നല്ലോ. വീട്ടിൽ അത് ഇഷ്ടപ്പെട്ടു. Simple ആയിട്ട്. ഇന്ന് അവിടെ ഒരു ജയ ജയ ഒരു ക്യാമറ നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. പുതിയ 2 TV, എത്രയാ കഴിച്ചാണത്? കത്ത് അറിയുന്നുണ്ടോ ഇത്? അല്ല, പുരുഷൻ എങ്ങനെയാന്ന് നേരത്തെ അറിയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതേപോലെ പറഞ്ഞല്ലോ. ഞങ്ങൾ ഇതേപോലെ ആക്കി, ഞങ്ങൾ അങ്ങനെ ആക്കി. ഞങ്ങൾ അങ്ങനെ ആക്കി. അതാ ഞങ്ങൾക്ക് ഇഷ്ടം. അതാണ് ഇഷ്ടം. ഞങ്ങൾ പുരുഷന്മാർക്ക് അതാണ് അതാണ് ഇഷ്ടം. അതാണ് ഇഷ്ടം. ഇപ്പൊ എത്ര സിനിമ ഡബ് ചെയ്തു? എണ്ണം ഉണ്ടോ? കറക്റ്റ് ആയിട്ട് എണ്ണ അറിഞ്ഞൂടാ, എങ്കിലും പക്ഷെ ഒരു 2000-ൽ കൂടുതലുണ്ട്. കാരണം ആദ്യം ഒന്നും നമ്മളിത് ഒരു പ്രൊഫഷൻ ആയിട്ട് എടുത്ത് ചെയ്തത് കൗണ്ട് ചെയ്തില്ല. ഇല്ല, കൗണ്ടിങ് ഒന്നും. അന്ന് എന്തെങ്കിലും ഭക്ഷണത്തിന് വേണ്ടിയുള്ള കിട്ടാനുള്ള ഒരു ഓട്ടത്തിന് ഇവിടെ ഒരു ക്രൗഡ് ചെയ്യും, അവിടെ ഒരു ബിറ്റ് ചെയ്യും, ഒരു സിസ്റ്റർ ക്യാരക്ടർ. ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. പട്ടിണി കിടക്കണ്ടോ? ഇഷ്ടം പോലെ, പട്ടിണി കിടന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ. അപ്പൊ അതൊക്കെ അപ്പൊ ആ സമയത്ത് ഏത് പടത്തിന്റെ പേരും അറിയില്ല, എന്ത് ചെയ്യുന്നു എന്നറിയില്ല, നമ്മൾ കുട്ടികളല്ലേ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു തുടക്കമൊക്കെ അങ്ങനെ ആയിരുന്നു. പിന്നെ 84 തൊട്ടാണ്, 83-84ലാണ് കാറ്റത്തെ കിളിക്കൂടെ ഡബ് ചെയ്തത്. അപ്പൊ ആ സമയം തൊട്ടാണ് ഇത് ഡബിങ്ങിന് ഒരു സീരിയസ്നെസ് അന്നാണ് അറിഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഒരു പ്രൊഫഷനായിട്ട് അത് എടുക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്, +2 ഒക്കെ കഴിഞ്ഞു. ഏറ്റവും ഡബിങ്ങിൽ റിസ്ക് ആരുടെ ചെയ്തപ്പോഴായിരുന്നു ജീവിതത്തിൽ? അങ്ങനെ റിസ്ക് എന്ന് പറയാൻ പറ്റില്ല. അതായത് കൂടുതൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നത് അന്യഭാഷാ നടികൾ വരുമ്പോഴാണ്. അവരുടെ ഈ ഡയലോഗ് ഡെലിവറിയുടെ ടൈമിങ് അത് പറയാനാണ് നമുക്ക്. അങ്ങനെ ചെയ്തത് ആരെയാണ് ടഫായിട്ട് വന്നത്? അങ്ങനെ കത്രീന കൈഫ് പറയാം, നമ്മുടെ ബൽറാം versus താര. അതൊക്കെ പൈലറ്റ് ട്രാക്ക് കേട്ടപ്പോൾ ഒരുപാട് നമ്മൾ ചിരിച്ചു പോകും, എന്താന്ന് ഒരു പിടിയും കിട്ടില്ല. അപ്പൊ ആ പടം ഡബ് ചെയ്തതിന് ശേഷം മമ്മൂക്ക എന്നെ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, താനാണോ ഡബ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ആ പെണ്ണിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നു, നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് അദ്ദേഹം ഒരു കമന്റും പറഞ്ഞു. അപ്പൊ അതെനിക്ക് വലിയൊരു പ്ലസ് ആയി. ആ ഡയലോഗ് ഓർക്കുന്നുണ്ടോ? അയ്യോ എന്റെ അമ്മ, ഒരു ഡയലോഗ് ഒരു ഡയലോഗ് ഓർക്കാതൊന്നുമില്ല. സത്യം കേട്ടോ. കാവ്യക്ക് ചെയ്ത ഡയലോഗ് എന്താ പറയുക, നമ്മള് ഒരു സ്റ്റുഡിയോയിലേക്ക് ഓടുകയല്ലേ. അപ്പൊ അത് നോക്കാം, നമ്മള് ലാസ്റ്റ് വരുമ്പോ ഞാനൊന്ന് അവസാനിക്കുന്ന ബാക്കിയെല്ലാവരോടെ ഇരിക്കട്ടെ. നമുക്ക് സെപ്പറേറ്റ് പിന്നെ ഒരു ഇന്റർവ്യൂ ആവാം. തീർച്ചയായിട്ടും നോക്കട്ടെ. എപ്പോഴും അറിയപ്പെടാൻ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടാണ്, ഇനിയിപ്പോ അഭിനയത്തിലേക്കാണ്, ഒരു അഭിനേത്രി എന്ന് ആകണം, ഏതാണ് ആഗ്രഹിക്കുന്നത്? അഭിനേത്രി ആവാനാണ് കൂടുതൽ എല്ലാവരും, ഈ ഡബിങ് ആർട്ടിസ്റ്റുകൾക്കും തന്നെ എല്ലാവരും അവരെ ഡബിങ്ങിലൂടെ തന്നെ അറിയപ്പെടണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഒരുപാട് പേരെ ആർക്കും അറിയില്ല. അപ്പൊ ഇങ്ങനെ നമ്മളൊന്ന് മുഖം കാണിക്കുമ്പം പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയായിരിക്കും. അതുപോലെ എനിക്കും ആഗ്രഹം. ഈ ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും മാറുന്നത് എത്ര നാളത്തെ പരിശ്രമമായിരുന്നു? എനിക്കൊന്ന് അതാ പറഞ്ഞത്, ഈ ഒരു 75-ൽ തുടങ്ങിയിട്ട് അമ്മയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അമ്മയും ഞങ്ങളെല്ലാവരും എന്താ പറയുക, സ്കൂളിലൊക്കെ ഭക്ഷണമില്ലാതെ തലകറങ്ങി വീണിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് സിസ്റ്റേഴ്സൊക്കെ വിളിച്ചുകൊണ്ട് പോയി എന്താ പ്രശ്നം എന്ന് അന്വേഷിച്ചപ്പോഴാണ്, പട്ടിണിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് പിന്നെ അവിടുന്ന് തന്നെ സ്കൂളിൽ തന്നെ അവർ ആഹാരം തരാൻ തുടങ്ങി. എന്നാലും വാടക വീടും അങ്ങനെയൊക്കെ ആയിട്ട് അമ്മയും ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ദാരിദ്ര്യം ഒക്കെ മാറുമ്പോൾ ഒരു 10-20 വർഷമൊക്കെ ആയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. കാരണം അന്നത്തെ റെമ്യൂണറേഷനും കാര്യവും ജീവിത രീതി എല്ലാം തന്നെ കഷ്ടത്തിൽ തന്നെ ആയിരുന്നു. സ്കൂള് ഞാൻ പഠിക്കേണ്ടപ്പോൾ എൻ്റെ ഇളയ മോൻ പഠിക്കണ്ടായിരുന്നു, പിന്നെ മൂത്ത ബ്രദേഴ്സ് എല്ലാവരും തന്നെ വലിയ ഫാമിലിയാണ്. ഞങ്ങൾ 9 മക്കളാണ്. പക്ഷേ ഞങ്ങൾ 4 പേരാണ്, ലാസ്റ്റ് 4 പേരും അമ്മയും കൂടിയാണ് ചെന്നൈയിലേക്ക്. അമ്മ ആർട്ടിസ്റ്റ് ആയിരുന്നു, കണ്ണൂർ നാരായണി എന്ന് പറഞ്ഞിട്ട്. അമ്മയുടെ ഒരു ചാൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടി അന്വേഷിച്ച് ചെന്നൈയിലേക്ക് ഞങ്ങൾ പോയത്. അപ്പോൾ അമ്മ പോകുമ്പോൾ ഞങ്ങളെയും കൊണ്ടുപോയതാണ് അച്ഛൻ്റെ മരണശേഷം. അങ്ങനെയാണ്. ഇപ്പൊ ശ്രീജി ചേച്ചിന്റെ മോള് ഇപ്പൊ ഭയങ്കര പോപ്പുലർ ആക്ട്രസ് ആണ്. ഭയങ്കര ബിസിയാണ് കേട്ടോ, ഭയങ്കര ബിസി. ലവ് ടുഡേ എന്ന് പറയുന്ന സിനിമയില് ഭയങ്കര വലിയ റോളൊക്കെ ചെയ്തിട്ട് ഇപ്പോ
ഞാൻ കുറിച്ച് സംസാരിച്ചു. ലെഫ്റ്റ് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആണ് ഇപ്പോൾ. അതെ. അതൊരു ദൈവം. മക്കൾ ഇതൊന്നും അറിഞ്ഞില്ലോ? ഇല്ല, ദൈവാനുഗ്രഹം കൊണ്ട് അത് ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. അത് തന്നെ ഒരു ഭാഗ്യമല്ലേ. അതെ, നമ്മള് തീർച്ചയായിട്ടും. ബുദ്ധിമുട്ടിയെങ്കിലും മക്കളെ ബുദ്ധിമുട്ടിക്കാതെ പഠിപ്പിക്കാൻ പറ്റിയല്ലോ. ഒരു മോളേ ഉള്ളൂ. ആ മോള് ഇത്ര ആയല്ലോ. തീർച്ചയായിട്ടും. അത് ദൈവ നിശ്ചയമാണ്. ഇവിടെ വരെ എത്തിയില്ലേ. തീർച്ചയായിട്ടും. കഷ്ടപ്പാടുണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ ജീവിതം ശരിക്കും മുറുകെ പിടിക്കാൻ പറ്റുള്ളൂ. അതെ. നമ്മള് വലിയ ഈ പറഞ്ഞ പോലെ സ്വർണ്ണക്കരണ്ടി ആയിട്ട് വന്നതൊന്നും ജീവിതം പഠിക്കില്ലായിരുന്നു. അല്ല മനസ്സിലായി. കഷ്ടപ്പാടുണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ ജീവിതം പഠിക്കുള്ളൂ. കഠിന കഠോരമാണ്. വീണ്ടും സിനിമയിലേക്ക് പേര് കറക്റ്റ് ആയി കൃത്യമായിട്ട് പറഞ്ഞു. പേര് ചോദിച്ചത്. ബേസിൽ ഇതിന് മുമ്പ് പരിചയം ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് അങ്ങനെ പരിചയമില്ല. നമ്മള് മുമ്പ് നിത്യകരുത നായകൻ എന്ന് പറയുന്ന സിനിമയില് മോൾ അഭിനയിച്ചിട്ടുണ്ട് ഒരു റോള്. 3 നായകന്മാരിൽ എനിക്കറിയാം. ഞാൻ മോളിലെ ഇന്റർവ്യൂ ഒന്നും എടുത്താണ്. അന്ന് നമ്മള് പരിചയപ്പെട്ടിട്ടൊന്നും. അന്ന് ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ജസ്റ്റ് ഞാൻ ധർമ്മേന്ദ്രനൊക്കെ കൂടെ ഇന്റർവ്യൂ എടുത്താണ് നോക്കുന്നത്. വിഷ്ണുവിന്റെ കൂടെ. അതെ, അപ്പൊ അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ കൂടെ അഭിനയിക്കുന്നതും ഒരുമിച്ച് അഭിനയിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഈ സിനിമയിൽ വന്നപ്പോഴാണ്. സൗണ്ട് ഫെമിലിയർ ആണ്, വളരെ പരിചയമുള്ള സൗണ്ടും വേറൊരു മുഖവും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ. ഇത് നമുക്ക് പെട്ടെന്ന് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. നമ്മൾ കുറേ കേട്ടിട്ടുള്ള ശബ്ദം. അല്ല, ഇത്തരം ഒരു ആർട്ടിസ്റ്റുകള് നേരത്തെ പറഞ്ഞാൽ ഒത്തിരി ഡബിങ് ആർട്ടിസ്റ്റ് സിനിമയിൽ അഭിനയിക്കുന്ന മോഹമുള്ളവരുണ്ടോ? ആരുടെയും ഫേസ് വരുന്നില്ലല്ലോ. അവര് ഡബ് ചെയ്ത് പോകുന്നു, അവരറിയുന്നും കൂടെ ഇല്ലല്ലോ. എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് അങ്ങനെയല്ലേ. പണ്ടത്തെ കാലം ചെന്നൈയിലേക്ക് പോയി അവിടുത്തെ ഏതെങ്കിലും ലോഡ്ജിൽ കിടന്ന് ചൂട് കൊണ്ട് അല്ലേ, ആ കാലഘട്ടം. ഇപ്പൊ എല്ലാം സൗകര്യമായി. ഇപ്പൊ ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് സുഖമാണ്, നല്ല പൈസയും കിട്ടും, AC റൂമും കിട്ടും അല്ലെ. AC റൂം പഞ്ച് ചെയ്ത് ഡബ് ചെയ്യുകയും ചെയ്യാം. പണ്ടൊക്കെ നമ്മള് ഡയലോഗ് പഠിച്ച് പറയണല്ലോ. ഇപ്പൊ ആ ഒരു ടെൻഷൻ ഇല്ല. ഒരു വാക്ക് പറഞ്ഞാൽ മതി. ചേർത്തിട്ടല്ലോ. ദാസേട്ടനൊക്കെ വന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പാടുന്നു. അവിടെ ഇരുന്ന് പാടിയിട്ട് ഇങ്ങ് കൊടുക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇതെല്ലാം. എല്ലാം മാറി അല്ലെ, ടെക്നീഷ്യൻ മൊത്തം മാറി. ഈ പറഞ്ഞ പോലെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകണം. ഇതാണ് ഇനി നമ്മുടെ ആവശ്യം അല്ലെ. തീർച്ചയായിട്ടും. ആവശ്യമൊന്നുമില്ല, ഹിറ്റാവാനുള്ള സിനിമയാണെങ്കിൽ ഹിറ്റാവട്ടെ, അത്രേ ഉള്ളൂ. നമുക്ക് ആവശ്യമുണ്ട്. നല്ല സിനിമയാണെന്ന് എല്ലാവരും പറയും എന്ന് വിശ്വസിക്കും. നല്ല സിനിമയാണെന്ന്, അതാണ് നല്ല സിനിമയാണെന്ന് ഒരാൾ പറഞ്ഞാൽ മതി, ആ സിനിമയ്ക്ക് ആളുകൾ കയറും. അല്ലാതെ സിനിമ നല്ല കഥയുണ്ടെങ്കിൽ സിനിമ വിജയിക്കും. കഥയാണ് സിനിമയുടെ ഏറ്റവും കാതലായ ക്യാപ്റ്റൻ. നല്ല കഥയാണെങ്കിൽ സിനിമ കയറും. അത് കണക്ട് ആവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. തീർച്ചയായും അവര് വന്ന് കയറിയാൽ മതി, ധാരാളം മതി. ഈ കണക്ട് ആവുന്നതല്ല. ഈ ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിയുടെ ജീവിതം ഈ സിനിമയിൽ കാണിക്കുന്നു പറയുമ്പോൾ ഒത്തിരി പേർക്കുള്ള അനുഭവമായിരിക്കും. അത് മാറ്റമൊന്നുമില്ല. ആ അനുഭവ കഥ ഉള്ളവരാണ് നമ്മളെല്ലാം. അങ്ങനെ വന്നേക്കുന്നവർ തന്നെയാണ്. ഞാനും എല്ലാം അങ്ങനെ വരുന്നവരാണ്. അതെ, നമ്മളാരും അങ്ങനെ ഷോട്ട് വരുന്നില്ലേ അല്ല. പറയുന്നത് ഇമോഷണലി തകർത്ത് കളഞ്ഞു. അവസാനം ഞാൻ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ. അത്രല്ലേ ഞാൻ പറഞ്ഞു. അനുഭവിച്ചതല്ലേ ഉള്ളു അല്ലേ. എനിക്ക് ചേച്ചി പറയുന്ന പാർവതി അവിടെ ഇങ്ങനെ നോക്കുന്നു. എല്ലാരും ഇങ്ങനെ നോക്കുന്നു. പാർവതി വേറെ ലൈനിൽ ഇങ്ങനെ പിടിച്ചു വരുന്ന ഞാൻ കണ്ടു. നമുക്ക് കുറെ കഥ കേട്ടില്ല ലൊക്കേഷനിൽ വെച്ച. പിന്നെ എന്താ പറയാ, ഇത് ഇവര് കോമ്പിനേഷൻ കുറവായിരുന്നു. കുറവാണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു ടോട്ടൽ ആ ഒരു സിനിമയുടെ മൂഡേ ഞാൻ ചെന്ന സമയം തൊട്ട് കുറച്ചൊരു സെന്റി മൂഡായിരുന്നു മൊത്തം. ഒരുപാട് ഇമോഷനിൽ ഒരു ട്രാക്കിൽ കൂടെ പോവായിരുന്നു. പിന്നെ നോക്കാം ബാക്കി സിനിമ കണ്ടിട്ട്. തീർച്ചയായിട്ടും. എത്ര പാട്ടുണ്ട് സിനിമയില്? 4 പാട്ട്. 5 അവിടെ കൈകൊണ്ടാണ്. 5 ഗോവിന്ദ് വസന്തയാണ് മ്യൂസിക് ചെയ്യുന്നത്. നമ്മൾ 96 ഒക്കെ കണ്ടിട്ട് പുള്ളിയുടെ ഭയങ്കര ഫാനാണ്. അപ്പൊ അദ്ദേഹം മ്യൂസിക് ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഇമോഷണൽ മനുഷ്യനാണ്. അത് ശരിയാണ്. ഇപ്പൊ നമ്മള് ഞാനിവിടെ ഇരുന്നിട്ട് എനിക്കും അങ്ങനത്തെ ഒരു സീനിലേക്ക് കഥ കേട്ടപ്പോ ഞാനും ഇതൊക്കെ ഒരു ഇമോഷണൽ ജീവിയാണ്.